ഇപ്പോൾ ആരാണ് എത്തിയിരിക്കുന്നത്? ആരാണ്? മോണാക്ട്, ഹയർ സെക്കൻഡറി മോണാക്ട്. മോണാക്ട്, വീണ്ടും ഒരു മോണാക്ട്. അതെ, പേരും സ്കൂളും. മോണാക്ടില് അധികം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. കാരണം സംസ്ഥാന കലോത്സവത്തിൽ വന്ന് മോണാക്ട് ചെയ്യുന്നവർക്കാണ് സിനിമയിലേക്ക് സാധ്യത. ഇതൊന്നും അറിയില്ല. അങ്ങനെ ആരാ വന്നിട്ടുള്ളേ? അങ്ങനെ ആരാ വന്നിട്ടുള്ള? ഒരു പേര് പറഞ്ഞേ. നമ്മൾ അങ്ങനെ പറഞ്ഞ് അങ്ങനെയൊക്കെ ആക്കണം. ഞാനൊരു നമ്പർ ഇടുമ്പോ എന്നെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്. ഓക്കെ ഇനി അടുത്ത തൊട്ട് അങ്ങനെ അഭിനയിക്കാൻ ഇഷ്ടമുണ്ടോ സിനിമയിൽ? എന്താ മോളെ, എന്താ സ്റ്റോറി, എന്താ ചെയ്യാൻ പോണേ? എന്താ സ്റ്റോറി? എന്താ ഇതിന്റെ? ഞാൻ യുദ്ധം, ഇസ്രായേൽ ഗാസ യുദ്ധമാണ്. കയ്യകലം വലിച്ചോ? മഹാഭാരത യുദ്ധത്തിന്റെയും പിന്നെ യുദ്ധം നമ്മുടെ മലയാളികൾ എങ്ങനെ നോക്കി കാണും യുദ്ധത്തെ, അത് അതിൽ ഏറ്റവും ക്രീമായിട്ടുള്ള നല്ലൊരു പോർഷൻ നമുക്ക് പ്രസന്റ് ചെയ്യാം. കുറച്ചുപേര് ഇസ്രായേലിന്റെ മൂക്കിലെ പൂട പറിക്കാൻ നോക്കിയപ്പോഴേ ആ പൂട പറിച്ചവരെ തലയെ കെട്ടെടുത്തു. അത്രന്നെ ഈ അമാസർ അത്ര മോശക്കാരൊന്നല്ല. ഇത്ര വലിയ കൊമ്പത്ത് ഇസ്രായേലിന്റെ മൂക്കോട്ട് അടിപൊളി. നല്ല രസം. നമ്മുടെ ജഡ്ജസും വരച്ചിട്ടുണ്ടാവും മാർക്കിടാൻ വേണ്ടിട്ട്. ആർക്ക് മാർക്ക് കൊടുക്കണം? അതെ. അപ്പൊ ഇങ്ങനെ ഇത് മോണാക്ട് ചെയ്യുമ്പോ ഈ സിനിമകളുടെ ഡയലോഗുകൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനൊന്നുമില്ല. അപ്പം അഭിനയിക്കാൻ ഇഷ്ടമാണ്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് അല്ലേ? ഇങ്ങനെ സ്റ്റോറി തിരഞ്ഞെടുക്കാൻ എന്തെങ്കിലും കാരണം ഉണ്ടോ? അത് സാറ് പറഞ്ഞു പഠിപ്പിച്ചതുകൊണ്ട് അങ്ങനെ എടുത്താണ്? സാറാണ് സ്ക്രിപ്റ്റ് ചെയ്തത്. അപ്പോൾ ആളുടെ ഒരു ഇതിനാണ്. ഇപ്പോഴത്തെ ഒരു കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട സബ്ജക്ട് ആയതുകൊണ്ട് ഇങ്ങനെ ചെയ്യാനുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞപ്പോൾ. നമ്മൾ നേരത്തെ ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞില്ലേ? ശരിക്കും അത് ഇതിന്റെ ഒരു തുടക്കം തന്നെയല്ലേ? ഇങ്ങനെ ഈ ഇത്ര ആൾക്കാരുടെ മുമ്പ് പെട്ടെന്നൊരു ഇത്രയും പ്രധാനപ്പെട്ട ഒരു വേദിയിൽ വന്നിട്ട് പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ സ്വിച്ചിട്ട പോലെയാണ് അവർ ആ ഒരു ഇതിലേക്ക് മാറുന്നത്. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. സ്കൂള് ചോദിച്ചായിരുന്നോ? സ്കൂള് പറഞ്ഞായിരുന്നു. പറഞ്ഞിട്ടില്ല. ഞാൻ വേണ്ടതൊന്നും നമ്മൾ ചോദിക്കില്ല എന്ന് തോന്നലുണ്ട്. എന്താ മോളെ സ്കൂളിന്റെ പേര്? എന്റെ സ്കൂളിന്റെ പേര് LFCGHS മമ്മിയൂർ, ഗുരുവായൂർ. തൃശ്ശൂർക്കാരെയാണ്. എന്നിട്ടാണ് അതാ ഞാൻ പിന്നെ ചോദിക്കാതിരുന്നത്. നമ്മൾ അറിയുന്ന ആൾക്കാരാണല്ലോ. തൃശ്ശൂർ 2ാം സ്ഥാനത്താണ് കേട്ടോ നിൽക്കുന്നത്. എ ഗ്രേഡ് കിട്ടിയില്ലേ? എ ഗ്രേഡ് കിട്ടി. അപ്പൊ നമ്മുടെ ചുണക്കുട്ടികൾ ഇങ്ങനെ ഓരോരോ കലാപരിപാടികളായിട്ട് മുമ്പോട്ട് വരുന്നു. അതേപോലെ തന്നെ ഗ്രേഡും വാങ്ങിച്ചു പോകുന്നു. അപ്പൊ ഒരുപാട് മൊമെന്റോ വാങ്ങിച്ചു പോകുന്നു. ഒരു നല്ല മൊമെന്റോ അവതരിപ്പിച്ച നമ്മളുടെ ഡോക്ടർ റാണി മേനോൻസ് മാക്സിവിഷൻ ഐ ഹോസ്പിറ്റലിന്റെ ഒരു മൊമെന്റോ മാത്രമല്ല, ഒരു മെഡലും ഉണ്ട്. ഇതവിടെ വെച്ചോളോ. ഈ TCVയുടെ ലോഗോ കാണുന്ന പോലെ വെച്ചോളോ. ഓക്കെ. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. താങ്ക് യു.